അപ്പൊ നമുക്ക് കവായ് സ്റ്റിക്കർ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് എനിക്ക് ഒരു കവായ് സ്റ്റിക്കേഴ്സ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ തല്ലാണ് ഈ പെൺകുട്ടീനെ പിടിച്ച് ക്യാമറയിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. കൂടെ എന്തെങ്കിലും മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്റെ കയ്യിൽ 3D ഉണ്ട്, നോർമലും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് സാധനം എത്തി ഗൈസ്. കവായ് സ്റ്റിക്കേഴ്സ്. ഇതിൽ 84 പീസസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. അൺബോക്സ്. ഇതാണ് 3D സ്റ്റിക്കേഴ്സ് ആണത്. ഇതിന് 150 rupees ആണ്. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇതുവരെ പൊട്ടിച്ചു കഴിഞ്ഞില്ല. അവിടെ അൺബോക്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് 3D ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. മിക്കി മൗസിന്റെ തീമാണത്. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് മിക്കീനെ മിനിനെ. അതിനെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല 3D എഫക്റ്റ് ആയിട്ട് ഉള്ള ഒരു സ്റ്റിക്കറാണത്. ഇനി അടുത്തത് എൻ്റെ മെയിൻ കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുക്കാം. നല്ലൊരു പിക്ചർ നോക്കിയിട്ടുണ്ട്. ഇതാണോ നമുക്ക് ഇതെടുക്കാം. ഇത് നമുക്ക് എന്താ പറയാ, എനിക്കൊന്നും ഒട്ടിക്കാൻ തോന്നില്ല. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാനൊരു കുഞ്ഞ് രണ്ടൂന്നെണ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കിട്ടുന്നില്ല ഗൈസ്, ഇത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റർ ഒട്ടിക്കും. ആള് പിണങ്ങി നിൽക്കാം. കുറച്ചേരം അവിടെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. കേട്ടോ, ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ട്, പിന്നെ ഒരു ഡ്രിങ്കിന്റെ ഒരു കപ്പ്, പിന്നെ ഒരു ലെറ്ററിന്റെയുമാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കർ നോക്കാം. നല്ല ക്യൂട്ട് സ്റ്റിക്കറാണത്. ഇതിന് ഏതൊട്ടിക്കും? സ്റ്റാർ ഒട്ടിക്കാം. സ്റ്റാർ മാത്രമല്ല, നമുക്ക് രണ്ടൂന്നെണ്ണം കൂടെ ഒട്ടിക്കാം. എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കവായ് സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കുറേ ആഗ്രഹിച്ച അവസാനം കിട്ടിയത് സാധനം. ഇതിൽ 48 പീസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 48 പീസസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മേടിച്ചത്. ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സിന്റെ ഒക്കെ അവസ്ഥ. ഇത് 3D സ്റ്റിക്കർ. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റിക്കർ. ഇത് 3D സ്റ്റിക്കർ. പിന്നെ ഇത് കവായ് സ്റ്റിക്കർ കേട്ടോ. കവായ് സ്റ്റിക്കറിൽ നമുക്കൊരു ഗേളിനെ ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് അതിനെ ഒട്ടിക്കാനാണ് ഏറ്റവും വലിയ ധൃതി. കാരണം അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിൽ കിട്ടുന്നുമില്ല. ക്യൂട്ട് ഗേളിനെ നമുക്ക് ഇപ്പുറത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി അതിന് കുറച്ച് അലങ്കാരപ്പണികളും ചെയ്തു കൊടുക്കാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് സാധനങ്ങളും അതേമാതിരി ഇങ്ങനത്തെ സാധനങ്ങൾ. നമുക്ക് വിൻഡോ അല്ല, സ്കൈയുടെ ഒരു പിക്ചർ ഉണ്ട് ഇവിടെ. ഇതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോന്ന് എടുക്കുമ്പോഴും ആ ഡയലോഗ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു. അപ്പോ നൈഷുവിനും ഒട്ടിക്കാൻ ഒരാഗ്രഹം. അപ്പോ നച്ചു ഒട്ടിക്കാൻ പോവാണ്. ഒട്ടിക്കാൻ അറിയത്തില്ല. നല്ല അപ്പുറം മുടി കെട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പടം. അതെ, ഇതിൽ എടുപ്പിച്ചൊട്ടിക്കും. എനിക്ക് അടിച്ചിരുന്നേക്ക് ഒട്ടിക്കും. എന്റെ അടുത്ത് നോക്കിയിരിക്കണം.
Oh my god. പൊട്ടിച്ചപ്പോ ഇത്തിരി തെറ്റിപ്പോയി. സ്വാഭാവികം. വീഡിയോ നോട്ടീസ് അത് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഒറ്റക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. എനിക്ക് വീട് നമ്മടെ അവിടെ അല്ല നമ്മുടെ ആകാശമല്ലേ അത്. പെണ്ണിനെ കൊണ്ട് ഇവിടെ നമ്മുടെ ആകാശത്തിൽ അടുത്തത് ഈ സ്റ്റിക്കറാണ്. ഫോണല്ലത് ഞാനാലത് ഇതാ ഇനി അടുത്തത് ഇതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഏതാണ് ഒട്ടിക്കാൻ പോണത്? അത് ഇതൊട്ടിക്കണ്ടേ? ഇതിലേതൊട്ടിക്കണം? ഒട്ടിക്കേ സാരല്ല, നമുക്ക് അപ്പുറത്തൊട്ടിക്കാം. ഇവിടെ ഒട്ടിക്കാനായിട്ട് തല്ലാണ്. അങ്ങനെയല്ല കുട്ടി ഒട്ടിക്കുന്നത്, ഒട്ടിക്കൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് ഒരു സാധനം ഒട്ടിക്കണം എന്നുണ്ട്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഒട്ടിക്കാൻ വളരെ സീറോ എന്തെന്നാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ഡ്രോയറിന്റെ അപ്പൊ ഡ്രോയറിന്റെ പിടിക്കുന്ന സാധനമൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഉണ്ട്, ഒട്ടിച്ചു നോക്കാം. ചെറുതായിട്ട് ഒന്ന് ഒട്ടിച്ചു നോക്കാം. എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഹാഫ് ടോപ്പ് കാണില്ല, ഇത് ഫുൾ ടോപ്പാണ്. ഗൈസ്, നമ്മ ഇത്രയും നേരം ഒട്ടിച്ച സ്റ്റിക്കേഴ്സ് എല്ലാം നല്ല അടിപൊളിയാണ്. എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ കവായി സ്റ്റിക്കേഴ്സ് ആണ്. അച്ഛൻ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ട? ഗ്രീഡി ആണോ അതോ ഇങ്ങനത്തെ ആണോ? എന്നുവെച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും ഇത്തിരി കൂടെ കൂടുതൽ അപ്പൊ ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാ, പിന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ. ബൈ.